നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഭരണസമിതി ഏറ്റെടുത്ത കാര്യങ്ങൾ മുഴുവനായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ. ലൈഫ് ഭവന പദ്ധതി നന്നായി നടപ്പിലാക്കിയ തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്താവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. ഭരണസമിതി ഏറ്റെടുത്ത കാര്യങ്ങൾ മുഴുവനായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ. ലൈഫ് ഭവന പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കിയ തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്താവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എം ഉദയൻ പങ്കുവച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ലൈഫ് പദ്ധതി ജില്ലയിൽ ഏറ്റവും നന്നായി നടപ്പിലാക്കിയ തൃശൂർ ജില്ലയിലെ 2 പഞ്ചായത്തുകൾ ഒന്നായി മാറാൻ തിരുവില്ലാമലയ്ക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ നൽകിയ അവാർഡിന് ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഞങ്ങളേറെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 419ഓളം വീടുകൾ പൂർത്തീകരിക്കാനും 600ഓളം വീടുകളിലെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനും സാധിച്ചു. അങ്ങനെ രജത പുരസ്കാരം തിരുവില്ലാമലയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഭരണമികവായി കാണുന്നതായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യമുക്ത നവകേരളം എന്ന കർമ്മപദ്ധതിയുടെ ഭാഗമായി ഏറ്റവും നന്നായി പ്രവർത്തിച്ചതിന് ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 2 പഞ്ചായത്തുകളിലൊന്നായി തിരുവില്ലാമല മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് അതിൻ്റേതായ അർത്ഥത്തിലും വിപുലതയോടും കൂടി നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കരാറുകാരുടെ മെല്ലെപ്പോക്കും മറ്റുമായി ബുദ്ധിമുട്ടിലായ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും മാറ്റം വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായും എം ഉദയൻ പറഞ്ഞു. ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്. അതൊരു വസ്തുത തന്നെയാണ്. ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയത് വഴി ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ നാശമാക്കപ്പെട്ടു എന്നത് സത്യമാണ്. കരാറുകാരുടെ മെല്ലെപ്പോക്കും അത് കേരളത്തിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്, അത് തിരുവില്ലാമലയിലും ഉണ്ടായി. പക്ഷെ അത് മറികടക്കാൻ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടു കൂടി സാധിച്ചു. വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം, യോഗ പരിശീലനം എന്നിവ നടത്താനും കഴിഞ്ഞതായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞതായും ഇത് ഈ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതാണ്ട് 4000ഓളം വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് എത്തിക്കാനും കേരളത്തിലെ യോഗ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ തിരുവില്ലാമലയിലെ മുഴുവൻ വീട്ടമ്മമാർക്കും യോഗ പരിശീലനം നടത്തി സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ എല്ലാ വീട്ടിലും എത്തിക്കുന്ന രീതിയിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന വലിയ ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കുറേയൊക്കെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഒരു ത്രികോണ മത്സരം തിരുവില്ലാമലയിലുണ്ട്. തിരുവില്ലാമലയുടെ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ്. നേരത്തെ സൂചിപ്പിച്ച അവിശ്വാസത്തിൻ്റെ കാര്യം, ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത് CPM ആണെങ്കിലും ഞങ്ങളതിനെ പിന്തുണച്ചു എന്നത് സത്യം തന്നെയാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ബാധ്യതയുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു അവിഹിത മാർഗത്തിലൂടെ അധികാരത്തിലെത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. നറുക്കെടുപ്പിലൂടെ തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അവിശ്വാസം നടത്തി അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി എന്നതിനപ്പുറം മറ്റു കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെ ഭരണത്തിലെത്താൻ ശ്രമിച്ചിട്ടില്ല. നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തിരഞ്ഞെടുക്കപ്പെട്ടത്.